ക്രൈം സ്റ്റോറീസിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ മുൻ ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഭൂമി കുഴിച്ചുള്ള പരിശോധനകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഘട്ടത്തിൽ കർണാടകത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു കുറ്റകൃത്യത്തെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2015 ഓഗസ്റ്റിൽ ദാവൻഗരയിലെ ഹൊന്നാലി പോലീസ് സ്റ്റേഷനിൽ ഒരു കൗമാരക്കാരി പെൺകുട്ടി കടന്നു വന്നു. നെലഹോന ഗ്രാമത്തിൽ നിന്നുള്ള ഉഷ എന്ന 19-കാരിയായിരുന്നു അത്. 5 വർഷം മുമ്പ് അവളുടെ പിതാവ് ലക്ഷ്മണനെ അവളുടെ അമ്മ ഗംഗമ്മയും ആൺ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തി വീട്ടിൽ കുഴിച്ചിട്ടു എന്നായിരുന്നു അവൾ പോലീസിനോട് പറഞ്ഞത്. പോലീസ് അവൾ പറഞ്ഞത് വിശ്വസിച്ചില്ല. കുട്ടി എന്തോ കഥയുണ്ടാക്കി പറയുന്നു എന്നാണ് അവർ കരുതിയത്. എന്നാൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് അവൾ തുടർച്ചയായി പോലീസ് സ്റ്റേഷനിൽ എത്താൻ തുടങ്ങി. ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുകയായിരുന്ന ഉഷയുടെ സഹോദരനും പിതാവിനെ കുറിച്ച് ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. ഇതോടെ നാട്ടുകാരിൽ ചിലർ ഉഷയ്ക്കൊപ്പം ചേർന്നു. ഇതോടെയാണ് പോലീസ് ഉണർന്നത്. അവർ ഉഷയുടെ വെളിപ്പെടുത്തലിനെ ഗൗരവത്തോടെ കാണാൻ തീരുമാനിച്ചു. ഹൊന്നാലി സ്റ്റേഷനിലെ അന്നത്തെ ഇൻസ്പെക്ടറായിരുന്ന മഹേശ്വര ഗൌഡയുടെ നേതൃത്വത്തിൽ ഉഷയുടെ ഒരു വിശദമായ മൊഴിയെടുത്തു. അമ്മ ഗംഗമ്മയും അമ്മയുടെ ആൺ സുഹൃത്ത് ജഗദീഷും ചേർന്ന് പിതാവ് ലക്ഷ്മണനെ കൊലപ്പെടുത്തിയെന്നും വീട്ടിനകത്ത് കുഴിച്ചിട്ടുവെന്നും ഉഷ മൊഴി നൽകി. എല്ലാത്തിനും താൻ സാക്ഷിയായിരുന്നു എന്നായിരുന്നു ഉഷയുടെ മൊഴി. തുടർന്ന് പോലീസ് ലക്ഷ്മണന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് പരിശോധിക്കാൻ തീരുമാനിച്ചു. ഫോറൻസിക് സംഘവും തഹസിൽദാറും ഉൾപ്പെടെയുള്ള പോലീസ് സംഘം നെലഹോന ഗ്രാമത്തിലുള്ള ഉഷയുടെ വീട്ടിലെത്തി. ഉഷയോട് മൃതദേഹം അടക്കം ചെയ്ത സ്ഥലം കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു. ഉഷ ചൂണ്ടിക്കാണിച്ച സ്ഥലം കണ്ട് പോലീസ് സംഘം അമ്പരന്നു. ആ വീടിന്റെ പൂജാമുറിയുടെ തറയിലേക്കാണ് ഉഷ വിരൽ ചൂണ്ടിയത്. ദൈവങ്ങളുടെ ചിത്രങ്ങളും വിളക്കുകളും പൂജാ സാമഗ്രികളും ഒക്കെയുള്ള ഒരു ചെറിയ ഇരുണ്ട മുറിയായിരുന്നു അത്. ദൈവങ്ങളുടെ ചിത്രങ്ങളും മറ്റും എടുത്തു മാറ്റി ഫോറൻസിക് സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം തറയുടെ കോൺക്രീറ്റ് പൊട്ടിച്ച് കുഴിച്ചു തുടങ്ങി. 2ഓ 3ഓ അടി കുഴിച്ചപ്പോൾ തന്നെ മനുഷ്യ അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഒരാളെ കിടത്തിയ നിലയിലുള്ള അസ്ഥികൂടം ഫോറൻസിക് സംഘം ശ്രദ്ധയോടെ പുറത്തെടുത്തു. നിരവധി തവണ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി ഉഷ എന്ന പെൺകുട്ടി വിളിച്ചു പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു. പൂജാമുറിയിൽ നിന്നും പിതാവിന്റെ അസ്ഥികൂടം പോലീസ് സംഘം പുറത്തെടുത്തിരിക്കുന്നു. ഇനി മൃതദേഹം ലക്ഷ്മണന്റേതാണെന്ന് തെളിയിക്കണം. ഇതിനായി ഉഷയുടെ DNA സാമ്പിളുമായി അസ്ഥികൂടത്തിന്റെ സാമ്പിൾ ഒത്തുനോക്കി. ഫലം പോസിറ്റീവ്. ലക്ഷ്മൺ കൊല്ലപ്പെട്ടിരിക്കുന്നു. ലക്ഷ്മണിന്റെ ഭാര്യ ഗംഗമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിലായിരുന്ന അവരുടെ ആൺ സുഹൃത്ത് ജഗദീഷിനെ 1 മാസത്തിന് ശേഷം പോലീസ് പിടികൂടി. കർണാടകയുടെ ഗ്രാമീണ മേഖലയിലൊക്കെ പൂജാമുറിയെ വളരെ പവിത്രമായ ഒരു സ്ഥലമായാണ് കാണുന്നത്. മാംസം കഴിച്ചു പോലും പൂജാമുറിക്കകത്ത് കയറാതിരിക്കുന്ന രീതിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു മൃതദേഹം കുഴിച്ചിടാനും അതിന്റെ മുകളിൽ ദൈവങ്ങളുടെ ചിത്രം വെച്ച് പൂജ നടത്താനും ഗംഗമ്മ കാണിച്ച ബുദ്ധി പോലീസുകാരോടൊപ്പം നാട്ടുകാരെയും അമ്പരപ്പിച്ചു. ആ വീട്ടിൽ ഒരു അടുക്കള, ഒരു ഹാൾ, ഒരു കുളിമുറി എന്നിവയ്ക്ക് പുറമെ ഒരു പൂജാമുറി കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുടുംബത്തോടെ എല്ലാവരും ഉറങ്ങിയിരുന്നത് ഈ ഹാളിലായിരുന്നു. ഈ പൂജാമുറിക്കാകട്ടെ ജനലുകളോ അതുപോലെ വെളിച്ചമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനാലാണ് ഗംഗമ്മയും ജഗദീഷും ചേർന്ന് ലക്ഷ്മണന്റെ മൃതദേഹം പൂജാമുറിയിൽ കുഴിച്ചിടാൻ തീരുമാനിച്ചത്. ൽ ഉഷയ്ക്ക് 15 വയസ്സുള്ളപ്പോഴാണ് അവളുടെ മുന്നിൽ വെച്ച് പിതാവ് കൊല്ലപ്പെടുന്നത്. ലക്ഷ്മൺ ഗംഗമ്മ ദമ്പതികൾക്കിടയിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുകളും ഉണ്ടാവാറുണ്ടായിരുന്നു. ഇതിനിടയിലേക്കാണ് ജഗദീഷിന്റെ വരവ്. ഗംഗമ്മ ജഗദീഷുമായി വളരെയധികം അടുത്തു. ഇരുവരുടെയും ബന്ധം അയൽവാസികൾക്കിടയിലൊക്കെ ഒരു ചർച്ചാ വിഷയമായി. നാട്ടിലെ പലരും ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ച് പരസ്യമായി സംസാരിക്കാൻ തുടങ്ങിയതോടെ ലക്ഷ്മൺ ഗംഗമ്മയുമായി കൂടുതൽ വഴക്കിടാൻ തുടങ്ങി. സദാസമയം തമ്മിലടിക്കുക എന്ന നിലയിലേക്കായി കാര്യങ്ങൾ. 2010 ഒരു ദിവസം സന്ധ്യയോടെ ലക്ഷ്മൺ വീട്ടിലേക്ക് എത്തിയപ്പോൾ ജഗദീഷ് ഗംഗമ്മയ്ക്കൊപ്പം അവിടെ ഉണ്ടായിരുന്നു. ഇത് കണ്ട ലക്ഷ്മൺ ഗംഗമ്മയുമായി വാഗ്വാദമുണ്ടാക്കി. വഴക്കിനിടയിൽ ലക്ഷ്മൺ ഗംഗമ്മയെ അടിച്ചു. ഇതോടെ ജഗദീഷ് ലക്ഷ്മണനെ ചവിട്ടി വീഴ്ത്തി. തുടർന്ന് ഇരുവരും ചേർന്ന് തലയണ ഉപയോഗിച്ച് ലക്ഷ്മണനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി.
അന്ന് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഉഷ പിതാവിന്റെ ഈ ക്രൂര കൊലപാതകത്തിന് ദൃക്സാക്ഷിയായി. ഉഷ ഇത് സംബന്ധിച്ച് കോടതിയിൽ വിശദമായ മൊഴി നൽകിയിരുന്നു. കൊലപാതകത്തിന് ശേഷം മൃതദേഹം സംസ്കരിക്കുന്നതിനെ കുറിച്ച് ജഗദീഷും ഗംഗമ്മയും തമ്മിൽ ദീർഘമായ ചർച്ച നടന്നിരുന്നതായി ഉഷയുടെ മൊഴിയിൽ പറയുന്നു. സമീപത്തെല്ലാം വീടുകളുള്ള ഒരു ഗ്രാമപ്രദേശമായതിനാൽ തന്നെ വീട്ടിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്താൽ പിടിക്കപ്പെടുമെന്ന് അവർ ഭയന്നു. തുടർന്നാണ് ഇരുവരും ചേർന്ന് മൃതദേഹം വീട്ടിനുള്ളിൽ തന്നെ കുഴിച്ചിടാൻ തീരുമാനമെടുക്കുന്നത്. പിറ്റേന്ന് പുലർച്ചെ 5 മണിയോടെ ജഗദീഷ് അവളുടെ വീട്ടിലേക്ക് മടങ്ങി. മൃതദേഹം വീട്ടിൽ തന്നെ ആരും അറിയാതെ ഒളിച്ചു വെച്ചു. വൈകുന്നേരം 7 മണിയോടെ അവിടെ എത്തിയ ജഗദീഷും ഗംഗമ്മയും കൂടി പൂജാമുറിയിൽ ഒരു കുഴിയെടുത്ത് ലക്ഷ്മണന്റെ മൃതദേഹം അടക്കം ചെയ്തു. തുടർന്ന് സിമന്റ് കലക്കി ഒഴിച്ച് തറ പഴയതുപോലെയാക്കി. ദൈവങ്ങളുടെ ചിത്രങ്ങളൊക്കെ പഴയതുപോലെ തന്നെ അടുക്കി വെച്ചു. ഇതിനെല്ലാം സാക്ഷിയായ ഉഷയെ രണ്ടുപേരും ചേർന്ന് ഭീഷണിപ്പെടുത്തി. ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി. ലക്ഷ്മണന് തമിഴ്നാട് കേരള അതിർത്തിക്കടുത്തുള്ള ഒരു കാപ്പിത്തോട്ടത്തിൽ ജോലി ലഭിച്ചതായും അങ്ങോട്ട് പോയതായും ഗംഗമ്മ നാട്ടിലെ എല്ലാവരോടും പറഞ്ഞു. കാലക്രമേണ അയൽക്കാരും ലക്ഷ്മണനെ കുറിച്ച് തിരക്കുന്നതില്ലാതായി. ഉഷ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയത്. ഭീഷണി ഒരു വശത്ത്, അടുത്ത ബന്ധുക്കൾ ആരും തന്നെ ഇല്ല. ഇനി ഇക്കാര്യം പോലീസിൽ പറഞ്ഞാൽ അമ്മ അറസ്റ്റിലാകും. അങ്ങനെ വന്നാൽ അവളെയും സഹോദരനെയും ആര് നോക്കുമെന്ന ആകുലത. എല്ലാത്തിനുമപ്പുറം പൂജാമുറിയിൽ തറയ്ക്കടിയിൽ പിതാവ് അഴുകിത്തീരുന്നു എന്ന തിരിച്ചറിവ്. കടുത്ത സമ്മർദ്ദങ്ങളുടെ നീണ്ട 5 വർഷങ്ങൾക്കിപ്പുറമാണ് അവൾ പോലീസ് സ്റ്റേഷനിൽ പോയി തുറന്നു പറയാൻ ഒരു തീരുമാനമെടുത്തത്. 34 സാക്ഷിമൊഴികളും DNA റിപ്പോർട്ടും ഉൾപ്പെടെ ഏകദേശം 40 തെളിവുകളുടെയൊക്കെ രേഖകളും അടക്കമാണ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഉഷയുടെയും സഹോദരന്റെയും മൊഴികൾ ജഡ്ജിയുടെ മുമ്പാകെ രേഖപ്പെടുത്തി. ഒടുവിൽ കോടതി ഗംഗമ്മയെയും ജഗദീഷിനെയും കുറ്റക്കാരെന്ന് കണ്ടെത്തി. 2025 ജൂലൈ 14 ദാവങ്കരയിലെ 1ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇരുവരെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഇപ്പോൾ 64 വയസ്സുള്ള ജഗദീഷിന് 5 വർഷം മുമ്പ് പക്ഷാഘാതം വന്നിരുന്നുവെന്നും ഗംഗമ്മയ്ക്ക് ഒരു കൊച്ചുമകനെ പരിപാലിക്കേണ്ടതുണ്ടെന്നും അതിനാൽ കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ കോടതി അതൊന്നും പരിഗണിച്ചില്ല. നിർഭാഗ്യവശാൽ പിതാവിന്റെ കൊലയാളികൾക്ക് ശിക്ഷ ലഭിക്കുന്ന ആ നിമിഷം കാണാൻ ഉഷ ഉണ്ടായിരുന്നില്ല. 2020 ഒരു തീപിടുത്തത്തിൽ ഉഷ കൊല്ലപ്പെട്ടു. കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ച പിതാവിന്റെ മരണത്തിൽ നീതിക്കായി ഉറച്ചു നിന്ന ആ കൗമാരക്കാരി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്നു. വിധി വന്ന സന്ദർഭത്തിൽ അവരെല്ലാം ഓർത്തത് ഉഷയായിരുന്നു. എത്ര കാലം കഴിഞ്ഞാലും ഏത് പൂജാമുറിക്കുള്ളിൽ കുഴിച്ചിട്ടാലും സത്യം ഒരു കാലത്ത് പുറത്ത് വരിക തന്നെ ചെയ്യും എന്നതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഈ കേസ്.